ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലൻ്റെ എത്തേണ്ടടുത്തെത്തി. ഇനി അറിയേണ്ടതെല്ലാം ബാലൻ അറിയേണ്ട താമസമേ ഉള്ളൂ. അവിടെ ചെന്ന് ഗംഗേട്ടനുമായിട്ട് സംസാരിച്ചു. ബാലനോട് ഭയങ്കര കാര്യവും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഭാര്യ ഗംഗേട്ടനെ പറഞ്ഞു വിടുവാണ്, എന്തിനാണ് ബാലൻ വന്നത്, ചുമ്മാതൊന്നും അങ്ങനെ വരത്തില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് എന്താണെന്ന് ചോദിക്കുക എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് നേരെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുക. അപ്പോൾ ഇദ്ദേഹം ആണെങ്കിൽ നേരെ ബാലൻ്റെ അടുത്തേക്ക് ചെന്നു. ബാലൻ്റെ അടുത്ത് ചെന്നു. ബാലൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് തകർന്ന് നിൽക്കുകയല്ലേ. അപ്പോൾ ബാലനോട് ചോദിച്ചു, എന്താ ബാലൻ എന്താ ഇപ്പോൾ ആരോടും ഒന്നും പറയാതെ ഓടിപ്പിടിച്ച് വന്നേ തുടങ്ങിയ കാര്യമൊക്കെ ചോദിക്കുമ്പോഴേക്കും ബാലന് അറിയേണ്ട കാര്യം എന്താണോ അത് ബാലൻ അയാളോട് ചോദിക്കുകയാണ്. എന്നെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് വൈജ മറ്റൊരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തിരുന്നു. ഇത് കേട്ടപ്പോഴത്തേക്കും ഞെട്ടി തകർന്ന അയാളിങ്ങനെ അവിടെ നിൽക്കുക. അയാളാണെങ്കിൽ അന്തം വിട്ടുപോയി. അപ്പോൾ ഇയാൾ സ്തംഭിച്ച് നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ബാലനാണെങ്കിൽ തുരുതുരാവുന്ന ചോദ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കട്ടോ. ഞാൻ ചോദിച്ചത് ഗംഗേട്ടൻ കേട്ടില്ലേന്ന് ചോദിച്ചു. 22 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ പെങ്ങൾ വൈജ ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തിരുന്നോ എന്ന്. നിങ്ങൾ എന്നോട് കള്ളത്തരമൊന്നും പറയാൻ നോക്കണ്ട, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. അപ്പോഴേക്കും നിന്നോട് ആരെ ഈ അസംബന്ധമൊക്കെ പറഞ്ഞത് എന്നും ചോദിച്ചുകൊണ്ട് ഈ ഗംഗേട്ടൻ ഇങ്ങനെ അദ്ദേഹത്തിനോട് പറയുക കേട്ടോ. അപ്പോൾ എൻ്റെ മുന്നിൽ കിടന്ന് നിങ്ങൾ ഉരുണ്ട് കളിക്കണ്ട, നിങ്ങളോട് ചോദിച്ചതിന് സത്യസന്ധമായ ഉത്തരവാണ് എനിക്ക് വേണ്ടതെന്നും പറഞ്ഞ് നമ്മുടെ ബാലൻ ഇങ്ങനെ പറയും. പല രീതിയിലും ഗംഗേട്ടൻ അതിൽ നിന്നൊക്കെ വഴിതിരിച്ചു കൊണ്ടുപോകാനായിട്ട് ഒരുപാട് ശ്രമിച്ചു. പക്ഷേ നമ്മുടെ ബാലൻ വിട്ടുകൊടുക്കുമോ? ബാലൻ വിട്ടുകൊടുക്കില്ല. ലാസ്റ്റ് നിങ്ങളോട് നിർത്തണമെന്ന് പറഞ്ഞു. നിങ്ങളോട് ഒരൊറ്റ ചോദ്യമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ, അതിനുള്ള കൃത്യമായ ഉത്തരം എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ബാലനങ്ങ് അവിടെ നിന്ന് ഉറഞ്ഞങ്ങ് തുള്ളിയില്ലേ. അപ്പോഴേക്കും ഈ ഗംഗേട്ടൻ ശരിക്കും പേടിച്ചു കേട്ടോ. പേടിച്ചെന്ന് പറഞ്ഞാൽ ശരിക്കും പേടിച്ചു. എന്നിട്ടിങ്ങനെ അദ്ദേഹത്തിൻ്റെ കോളറിനൊക്കെ പിടിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഇത്രയ്ക്കൊക്കെ നീ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാനായിട്ടൊന്നും നിന്നോട് മറച്ചു വെക്കുന്നില്ല, ഞാൻ എല്ലാം പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ വൈജയന്തി പോയ കാര്യങ്ങൾ, ആഗ്രയിൽ ചെന്നപ്പോൾ തൊട്ട് അവിടെ സ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ തൊട്ടൊക്കെ ഇദ്ദേഹം ഇങ്ങനെ പറയാം. അപ്പോൾ നിന്നെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് വൈജയന്തിക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്നു, അത് വൈജയന്തിയെ ചതിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാം. അപ്പോൾ ആരുടെ ന്യായീകരണങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട, എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് ബാലൻ പറയുമ്പോഴാണ് പറയുന്നത്, ആഗ്രയിൽ ഇങ്ങനെ സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു എന്നും അതിനുശേഷം മറ്റൊരാളുമായിട്ട് പ്രണയത്തിലായി, അയാൾ വൈജയെ ഗർഭിണിയാക്കി അയാൾ കടന്നു കളഞ്ഞു. പിന്നെ അതിന് ശേഷമാണ് വൈജയെ ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുവന്നത്. വൈജയ്ക്ക് ഇപ്പോഴും അറിയില്ല വൈജയ്ക്ക് ആ ഒരു കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്ന്. വൈജ പോലും അറിയാതെ ആ കുഞ്ഞിനെ വൈജയുടെ അരികിൽ നിന്നും മാറ്റുകയായിരുന്നു. എന്നിട്ട് വൈജയോട് കുഞ്ഞ് മരിച്ചു പോയെന്നാണ് പറഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുവാണ്. അവൾ വിവാഹത്തിന് ഒരിക്കലും തയ്യാറാകാതിരുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് നിർബന്ധിച്ചാണ് നീയുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചത്. അങ്ങനെ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ബാലൻ്റെ 2 ചെവിയിൽ ഇങ്ങനെ പുക പോയിക്കൊണ്ടിരിക്കുക. കാരണം കേൾക്കാൻ പാടില്ലാത്തതൊക്കെയല്ലേ കേട്ടോണ്ട് നിൽക്കുന്നത്. അങ്ങനെ തകർന്ന് തരിപ്പണമായിട്ട് പാവം ബാലൻ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പം ഇനിയും നീ എന്തിനാ അതൊക്കെ ചെകയാനായിട്ട് പോകുന്നത് ബാല? ഈ സത്യങ്ങളൊക്കെ നിന്നോട് ആരാ പറഞ്ഞു? നീ എന്തിനാ ഇതൊക്കെ ചെകയാൻ പോകുന്നത്? തന്നെയല്ല 10-22 വർഷം കഴിഞ്ഞില്ലേ, ഇനി എന്തിനാ ഇതൊക്കെ ഉതിവീർപ്പിച്ചിട്ട് എന്താ കാര്യം? ഇതൊക്കെ ചോദിക്കാൻ പറയും ചെയ്തിട്ട് എന്താ കാര്യം എന്ന് പറയുമ്പോഴും നിർത്തണമെന്ന് പറഞ്ഞ് ചെന്ന അയാളുടെ കുത്തിന് കയറി അങ്ങ് പിടിച്ചു. ഒരു കുടുംബം ഒന്നടങ്കം ഒറ്റക്കെട്ടായി നിന്ന് എന്നെ വഞ്ചിച്ചില്ലേടാ, എന്നിട്ട് നീ വലിയ വർത്താനം പറയുന്നോടാന്ന് ചോദിച്ച് ഇയാളെ അവിടുന്ന് വലിച്ച് എറിഞ്ഞ് ബാലൻ അവിടെ കിടന്ന് എന്താ ചെയ്യണേന്ന് ബാലന് പോലും അറിയില്ല. കാരണം ബാലൻ ഇപ്പോൾ സ്വബോധത്തിലല്ല. ഇതെല്ലാം കേട്ട മനുഷ്യൻ മരവിച്ചിങ്ങനെ നിൽക്കുക ബാലൻ. എന്നിട്ടെല്ലാം കൂടെ വലിച്ചെറിഞ്ഞ് തട്ടി തെറിപ്പിച്ച് അത് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. ബാലൻ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. ഇയാളാണെങ്കിൽ കട്ടിലേൽ ഇങ്ങനെ കിടക്കുക, ബാലൻ വലിച്ചെറിഞ്ഞിട്ടേക്കുമല്ലേ. ഈ സമയത്താണെങ്കിൽ വൈജ ലോകത്തുള്ളവരെ മുഴുവനും ഫോണും വിളിച്ച് ഇറങ്ങിയേക്കുക തപ്പാനായിട്ട്. അങ്ങനെ വണ്ടി ഓടിച്ച് നാടായ നാട് മുഴുവൻ ചുറ്റിക്കറങ്ങി നടക്കുവാണ്. ബാലചന്ദ്രനെ കണ്ടോ, ബാലചന്ദ്രൻ അവിടെ വന്നു, ബാലചന്ദ്രൻ ഇവിടെ വന്നു എന്നൊക്കെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കമ്പനിയിലുള്ള ഒരാൾ പറഞ്ഞനുസരിച്ച് ബാലൻ പോകാനിടയുള്ള, അതായത് ബിസിനസ് കാര്യങ്ങൾക്കൊക്കെ പോകാൻ സാധ്യതയുള്ളിടത്തേക്ക് വെച്ച് പിടിക്കുകയാണ് വൈജയന്തി. അങ്ങനെ വൈജയാണെങ്കിൽ സമാധാനം കെട്ടി ഇങ്ങനെ അവിടെ നിന്ന് പോണു. ഈ സമയത്ത് നമ്മുടെ അലീന അവിടെ വീട്ടിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുക. കാരണം ഇപ്പോൾ ആ വീടൊരു യുദ്ധക്കളമായി എന്ന് തന്നെ അലീനയ്ക്ക് തന്നെ മനസ്സിലായി. അലീനയ്ക്കാണെങ്കിൽ അവിടുന്ന് പോകാനും പറ്റുന്നില്ല, ബാലചന്ദ്രൻ സാറ് വരുന്നുമില്ല. ബാലചന്ദ്രൻ സാറ് വന്നിട്ട് വേണം തനിക്ക് പോകാൻ എന്നുള്ള ഒരു ഇതിലിരിക്കുകയായിരുന്നല്ലോ അലീനയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച ആ വീടിനകത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നടപ്പ്. കാരണം അവിടുന്ന് പോകാൻ പറ്റുന്നില്ല, മൊത്തത്തിലൊരു പ്രശ്നവും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട്.
അപ്പോൾ മുത്തശ്ശിയോടാണെങ്കിലും കൃഷ്ണജിയോടാണെങ്കിലും പോകുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും അലീന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, പോകും എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ അലീനയെ വിളിച്ചിട്ട് ചോദിച്ചു, വൈജയന്തി എവിടെ പോയതാ മോളേന്ന്. അപ്പോൾ എനിക്കറിയില്ല മേഡം, ഭയങ്കര ടെൻഷനിലാണ്, ബാലചന്ദ്രൻ സാറിനെ പറ്റി ഒരു വിവരവും ഇല്ല, സാറ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അന്വേഷിച്ചിറങ്ങിയതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് മോളെ, നമ്മൾ അറിയാത്തതായിട്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുവാണ്. അത് കേട്ടപ്പോഴത്തേക്കും അലീനയ്ക്ക് ഭയങ്കര ടെൻഷൻ. ഇനിയിപ്പോൾ സാർ വേറെ വല്ലതും അറിഞ്ഞിട്ടാണോ ഇപ്പോൾ ഇനി പോക്ക് പോയേക്കുന്നതെന്നൊക്കെ ഓർത്ത് അലീന ഇങ്ങനെ അതിനേക്കാളും വലിയ ടെൻഷനും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക. അപ്പം അങ്ങനെ ആ ഒരു സങ്കടത്തോടു കൂടി അലീന ഇങ്ങനെ വീടിനകത്തോടെ നടക്കുന്നു കേട്ടോ. ഈ സമയത്ത് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോണു. അപ്പോഴാണ് ഗംഗേട്ടൻ്റെ വൈഫ് അതിലാണ് വരുന്നത്. അപ്പോൾ അവർ വന്നപ്പോഴത്തേക്കും ബാലൻ ഭയങ്കരമായിട്ട് കലി കയറി ഒരു ഭ്രാന്തനെ പോലെ ഇറങ്ങി പോകുന്നതാണ് കാണുന്നത്. അങ്ങനെ ബാലൻ പോകുന്നത് ഇങ്ങനെ നോക്കി നിന്നിട്ട് ബാലാന്നും പറഞ്ഞ് വിളിച്ചു, ബാലൻ എവിടെ കയക്കാൻ എവിടെ നോക്കാൻ. അങ്ങനെ ബാലനെ കണ്ടിട്ട് നേരെ മുറിയിലേക്ക് കയറി ഓടുവാണ്. അപ്പോൾ മുറിയിലേക്ക് കയറി ഓടിയപ്പോൾ ഭർത്താവിനെ നോക്കണമല്ലോ, അതിന് മുറിയിലേക്ക് ഓടി ചെന്നപ്പോഴത്തേക്കും ഭർത്താവ് ഇങ്ങനെ പതുക്കെ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് വരിക. അപ്പോൾ അങ്ങനെ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് കണ്ടപ്പോഴത്തേക്കും എന്താ ഗംഗേട്ടാ, എന്തു പറ്റി, എന്താ പ്രശ്നം, ബാലൻ എങ്ങോട്ടാ പോയതെന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാം തകർന്നെന്നും പറഞ്ഞ് ഭാര്യയോട് പറയുക, ഗംഗേട്ടൻ എന്താ ഈ പറയുന്നതെന്ന് തെളിച്ച് പറയാം, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ വൈജയെ പറ്റിയുള്ള എല്ലാ സത്യങ്ങളും അറിഞ്ഞു ബാലനെന്ന് പറയുമ്പം, സത്യങ്ങൾ അറിഞ്ഞെന്നോ, എന്ത് സത്യങ്ങൾ, എന്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഒന്ന് തെളിച്ച് പറ എന്ന് പറഞ്ഞു. അന്നേരം വൈജ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് വൈജയ്ക്ക് സംഭവിച്ച കാര്യങ്ങൾ, അതായത് വൈജ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ച കാര്യങ്ങളെല്ലാം ബാലൻ അറിഞ്ഞിരിക്കുന്നു, ബാലനോട് ആരോ പറഞ്ഞു കൊടുത്ത് എന്ന കാര്യം പറയുമ്പം, ബാലൻ അതൊക്കെ എങ്ങനെ അറിഞ്ഞു, ബാലനോട് ആരോ ഇതൊക്കെ പറഞ്ഞതോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അതൊന്നും എനിക്കറിയില്ല, പക്ഷെ ബാലനെല്ലാം എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ബാലനെല്ലാം അറിഞ്ഞോ, ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് നടന്ന സംഭവങ്ങൾ, അതിനുശേഷം തിരുവനന്തപുരത്ത് പോയി നിന്ന കാര്യങ്ങൾ എല്ലാം അറിഞ്ഞോ, എല്ലാം ചോദിച്ചോ ബാലൻ ഗംഗേട്ടനോട് ചോദിച്ചു. അന്നേരം ബാലൻ എല്ലാം അറിഞ്ഞു, ബാലനെല്ലാം എന്നോട് ചോദിച്ചു എന്ന് പറയാം. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്കും ഇനി എന്ത് ചെയ്യും ഗംഗേട്ടാന്ന് ചോദിച്ചു. എനിക്കറിയില്ല, ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ത് ഭൂകമ്പമാണെന്ന് പോലും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറയാം. ബാലനോട് ഞാൻ മാക്സിമം പറയാതിരിക്കാൻ ശ്രമിച്ചു, പക്ഷെ ബാലൻ എന്നെ കൊണ്ട് അത് പറയിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലൻ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഗേട്ട, ഇതൊന്നുമല്ല വരാൻ പോകുന്ന യഥാർത്ഥ കോലിളക്കം. വൈജ ഈ സത്യങ്ങളെല്ലാം ബാലൻ അറിഞ്ഞു എന്നറിയുന്ന നിമിഷമാണ് യഥാർത്ഥ കോലിളക്കം സംഭവിക്കാൻ പോകുന്നതെന്നും ഇനി എന്തൊക്കെ കാണേണ്ടി വരുമെന്നും ചോദിച്ചുകൊണ്ട് ഭാര്യ ഭർത്താവിനോട് ചോദിക്കുക. എനിക്കാണെങ്കിൽ ഓർത്തിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഗംഗേട്ട, ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഇത് നമുക്ക് വൈജയോട് വിളിച്ച് പറഞ്ഞാലോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, നമുക്കതൊരിക്കലും വൈജയോട് വിളിച്ച് പറയാൻ പറ്റത്തില്ല. കാരണം അവളെന്ത് കടുകൈ ചെയ്യുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ശരിയാണെന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായി. ബാലൻ ഇത് അറിഞ്ഞു, ബാലൻ അവിടെ ചെന്നു, ബാലൻ ഇവിടുന്ന് തിരിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ ആ സെക്കൻഡിൽ സ്വന്തം ജീവൻ വൈജയന്തി ഉപേക്ഷിച്ച് കൊടുക്കും, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത് വൈജയന്തിയോട് പറയണ്ടെന്ന് ഇവർ തമ്മിൽ തീരുമാനിക്കും കേട്ടോ. ഈ സമയത്ത് വൈജ ആണെങ്കിൽ ആ ലോകം മുഴുവൻ തെണ്ടി നടക്കുവാണ് ബാലചന്ദ്രനെ അന്വേഷിച്ച്. അങ്ങനെ എന്തായാലും കാര്യങ്ങൾ ഭയങ്കര ഭയാനകമായ രീതിയിൽ തന്നെ ഇങ്ങനെ നിൽക്കുവാണ്. വൈജയുടെ മൂത്ത ചേട്ടൻ പറഞ്ഞ സത്യങ്ങൾ, വൈജയുടെ ചരിത്രം കേട്ട് ആ മനുഷ്യൻ കണ്ണ് തള്ളി നിന്നുപോയി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ബാലൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് വേറെ എവിടേക്കും അല്ല, ഒരു ബാറിലേക്കാണ്. അപ്പോൾ ബാറിലേക്ക് ചെന്നിട്ട് കുടിക്കാനായിട്ട് കുറേ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അതിനുശേഷം തല കറങ്ങുവാണോ, തല ചുറ്റുവാണോ, പെരുപ്പാണോ ഒന്നും അറിയില്ല. അവിടെ ഇരിക്കണ മേശക്കെട്ടൊക്കെ അടിച്ച് തകർത്ത് നമ്മുടെ ബാലനിങ്ങനെ ഒരു മനോരോഗി കാണിക്കുന്നത് പോലെയൊക്കെ ഇരുന്ന് കാണിക്കുക. ഒരു കുടുംബം ഒന്നടങ്കം തന്നെ ചതിച്ചതിനെ പറ്റി ആലോചിച്ച് അതിനുശേഷം ബാലൻ അവിടെ ഇരുന്ന് വൈജയുമായിട്ടുണ്ടായിരുന്ന ആ ഒരു സമയമുണ്ടല്ലോ, വൈജയ് ഇഷ്ടമായിട്ട് ഇവരുടെ വീട്ടിനകത്ത് കയറി ഇറങ്ങി നടന്ന സമയത്ത് തൊട്ടുള്ള കാര്യങ്ങൾ, അതിനുശേഷം വൈജയ് വിവാഹം കഴിച്ചത്, ഈ സെക്കൻഡ് വരെയുള്ള കാര്യങ്ങൾ എല്ലാം നമ്മുടെ ബാലൻ ആ ബാറിലിരുന്ന് ഇങ്ങനെ വായവിറക്കുകയാണ്. അങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും വീണ്ടും കലിപ്പ് കൂടിക്കൂടി വരിക. അന്ന് ബാലനെ ആട്ടി ഓടിച്ചവർ പിന്നീട് ബാലനോട് കാണിച്ച സ്നേഹവും കരുതലും, അല്ലെങ്കിൽ വൈജയെ കെട്ടിച്ചു കൊടുക്കാൻ കാണിച്ച ശുഷ്കാന്തിയും, ഇതൊക്കെ നമ്മുടെ ബാലൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക. അതെല്ലാം ആലോചിച്ച് കലി കയറി എന്ത് ചെയ്യണം എന്നറിയാതെ സമനില തെറ്റിയിരിക്കുന്ന ബാലൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനും ഇതിൽ കൂടുതൽ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ എപ്പിസോഡ് വരുന്നുണ്ട്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ.
എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ചെയ്യുകയും ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.